മറ്റുള്ള ആളുകൾക്ക് നമ്മളെക്കുറിച്ച് പല എക്സ്പെക്റ്റേഷൻസും ഉണ്ടായിരിക്കും. ആൻഡ് ആ എക്സ്പെക്റ്റേഷൻസിന് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കേൾക്കുമ്പോൾ ഒരു പൊട്ടത്തരായിട്ട് തോന്നാം, ബട്ട് ശരിക്കും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ സൈക്കോളജിക്കൽ ഫിനോമിനെ പറയുന്ന പേരാണ് പിഗ്മേലിയൻ ഇഫക്റ്റ്. ആൻഡ് ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ പിഗ്മേലിയൻ ഇഫക്റ്റ് എന്താണെന്നും ആൻഡ് അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. Hello friends, it's me your brother and welcome back to another great episode. So first of all, എന്താണ് പിഗ്മേലിയൻ എഫക്റ്റ്? ഇതൊരു സിമ്പിൾ കൺസെപ്റ്റാണ്. ആളുകൾ നമ്മളിൽ നിന്ന് വലിയ കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ നമ്മളും അതിനനുസരിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആൻഡ് അതേപോലെ നേരെ തിരിച്ചും ലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ നമ്മളും ലോ ആയിട്ടായിരിക്കും പെർഫോം ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു കോച്ചിന് നിങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്, നല്ല മാർക്ക് എന്തായാലും സ്കോർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ് എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതും അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കും. ഇത് പിഗ്മേലിയൻ എഫക്റ്റ് കാരണമാണ്. മറ്റുള്ള ആളുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി അതിന് നമ്മളുടെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പിഗ്മേലിയൻ എഫക്റ്റ് എന്ന പേരിൻ്റെ പിന്നിൽ ഒരു ചെറിയ ഗ്രീക്ക് സ്റ്റോറി ഉണ്ട്. പിഗ്മേലിയൻ എന്നൊരു ശില്പി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പം ഉണ്ടാക്കുകയും അതിനോട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇഷ്ടം തോന്നുകയും ആൻഡ് അങ്ങനെ ആ ശില്പത്തിന് ശരിക്ക് ജീവൻ വെക്കുകയും ചെയ്തു. ഇതൊരു മിത്താണ് കേട്ടോ. കമ്മിങ് ടു 1960s, റോബർട്ട് റോസൻതാൽ ഈ കൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തി. അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് ഈ ടീച്ചേഴ്സ് ചില സ്റ്റുഡൻസിനെ പറ്റിയിട്ട് പറയില്ലേ, ഇയാൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഇയാൾ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നൊക്കെ. അപ്പോൾ ആ സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ടീച്ചേഴ്സ് ശരിക്കും അവരുടെ കഴിവ് കണ്ടിട്ടൊന്നും ആയിരിക്കില്ല, ചിലത് റാൻഡം ആയിട്ടുള്ള ചോയ്സസ് ആവാം, ബട്ട് ആ എക്സ്പെക്റ്റേഷൻസ് ആ സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ ഒരു എഫക്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ടീച്ചർ നിങ്ങളിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദെൻ അവർ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ് തരും, നല്ല അറ്റൻഷൻ തരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് കൂടും. ഇപ്പോൾ സ്പോർട്സിനാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്യൂച്ചറുള്ളൊരു പ്ലെയർ ആണ് എന്ന് നിങ്ങളുടെ കോച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദെൻ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഇത് ഫ്രണ്ട്ഷിപ്പിലും വർക്കിലും റിലേഷൻഷിപ്പിലും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ആളുകൾ നിങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളും സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. സോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇറ്റ്സ് ഓൾ അബൌട്ട് ഫീഡ്ബാക്ക് ലൂപ്സ് ആൻഡ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസീസ്. മറ്റുള്ള ആളുകൾ നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അവർ നിങ്ങളെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് തരും, കൂടുതൽ പ്രേസ് ചെയ്യും. സോ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. ആൻഡ് നിങ്ങളുടെ പെർഫോമൻസ് കൂടുമ്പോൾ അത് അവരുടെ വിശ്വാസവും എക്സ്പെക്റ്റേഷൻസും എല്ലാം പിന്നെയും കൂട്ടും. ആൻഡ് നിങ്ങൾ അതിനനുസരിച്ച് റേസ് ആവാൻ തുടങ്ങുകയും ചെയ്യും. ഇതിങ്ങനെ ഒരു സർക്കിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നിങ്ങളിങ്ങനെ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റും ട്രൂ ആണ് കേട്ടോ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണെങ്കിൽ, മോശം എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ ദെൻ നിങ്ങൾ പുറകോട്ടായിരിക്കും പോകുന്നത്. ഇനി ഈ എഫക്റ്റ് എങ്ങനെ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ്ലി, നിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുമായിട്ട് സറൗണ്ട് ആവാം. അത് ഫ്രണ്ട്സ് ആവാം, മെൻറ്റേഴ്സ് ആവാം, ഒരു ഫാമിലി ആവാം. പോസിറ്റീവ് എനർജി ഉള്ളവരുടെ കൂടെ ആണെങ്കിൽ ദെൻ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, ആദ്യം സ്വയം വിശ്വസിക്കുക. ആൻഡ് ഫൈനലി, നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, എപ്പോഴും കളിയാക്കുന്ന നെഗറ്റീവ് വൈബ് ഉള്ളവരെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. സോ എന്താണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഗോൾ? അതൊന്ന് എഴുതി വയ്ക്കുക. ഹൈ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് ലിവിങ് അപ്പ് ടു ദം ടുഡേ. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഈ പിഗ്മേലിയൻ എഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ദ ഗോളം ഇഫക്റ്റ്. ലോ എക്സ്പെക്റ്റേഷൻസ് ലോ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യും. അതാണ് ഗോളം ഇഫക്റ്റ്. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രാപ്പാണ് കേട്ടോ. മറ്റുള്ള ആളുകൾ നിങ്ങൾ ഫെയിലാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ ദെൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഫെയിലാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നിങ്ങളെ പോസിറ്റീവ്ലി ലിഫ്റ്റ് ചെയ്യുന്ന ആളുകളോട് കൂട്ടുകൂടുക, അല്ലാതെ എപ്പോഴും നിങ്ങളോട് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നവരോടല്ല. സോ ലെറ്റ്സ് കൺക്ലൂഡ്. ആളുകൾ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, ബട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ, സെറ്റ് ഹൈ എക്സ്പെക്റ്റേഷൻസ്. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. പിഗ്മേലിയൻ ഇഫക്റ്റ് അതിനുള്ളൊരു പ്രൂഫാണ്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് വാച്ച് വാട്ട് ഹാപ്പൻസ്. സോ നിങ്ങൾക്ക് ഈ എഫക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.